ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ നിന്ന റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്ത ഐലൻഡിലേക്ക് പോവാണ്. രാവിലെ 8:15 നമ്മുടെ ബോട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നില്ലേ, അതേ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. യെസ് ഗൈസ് നോക്കൂ, നമ്മൾ പോകുന്ന ഐലൻഡ് രാവിലെ തന്നെ ഞങ്ങൾ പരിപാടി ഇറങ്ങി കറക്റ്റ് ഫ്ലോ വന്നാൽ വണ്ടിയുടെ താക്കോല് കാണുന്നില്ല. പിന്നെ ഫുള്ള് തപ്പൽ 1/2 മണിക്കൂർ പോയി. താക്കോല് തപ്പിച്ചു, അല്ലെങ്കിൽ പരിപാടി പാളിയാണ്. ഗൈസ് നോക്കൂ, നമ്മൾ പോകുന്നത് നീൽ ഐലൻഡിലേക്കാണ്. 8:15 നമ്മുടെ ബോട്ട്. ബട്ട് ഇപ്പം തന്നെ സമയം 7:20. ഇച്ചിരി താമസിച്ചായി. ആകെ 20 മിനിറ്റ് ഉള്ളിൽ നമ്മുടെ മുമ്പിൽ. നേരെ നമുക്ക് ബോട്ട് ജെട്ടിലേക്ക് ഇനി നടക്കണം കേട്ടോ. ആദ്യം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കണം. അതിന് ശേഷം വേണം ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ വേണ്ടി. ഇച്ചിരി താമസിച്ചു പോയി. പോകട്ടോ ലിവിനെ. 15 മിനിറ്റ് ഇനി ഇത് കൊണ്ടേ കൊടുത്തിട്ട് അവൻ്റെ സർക്കസ് വല്ലതും ഉണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ. താക്കോൽ എന്ത്? താക്കോൽ എൻ്റെ അടുത്തല്ലേ? വീണ്ടും ഗൈസ് ഈ ഒരു താക്കോൽ തന്ന പണി. മൈ ഗുഡ്. ഫൈനലി റെൻറ്റിനെടുത്ത സ്ഥലത്ത് നമ്മൾ ബൈക്ക് കൊണ്ടുവന്നു. പക്ഷെ അവിടെ ആളുമില്ല, പേരുമില്ല. എൻ്റെ 500 പോയെന്നാണ് തോന്നുന്നു കേട്ടോ. അവനൊന്ന് വിളിച്ചു നോക്കാം. നമുക്കാണ് സമയവും പോയി. നേരെ ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. അതായത് നമ്മുടെ 8:15 എടുക്കുന്നില്ല. ഇറങ്ങിക്കേ മൊത്തം ബ്ലോക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാം. നല്ല 500 ഇപ്പം പോയിട്ടുള്ളൂ. അല്ല ബൈക്ക് എടുത്ത് വെക്കാം. അതെ, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചാവി അടക്കം സാധനം വെച്ചെന്ന് പറയാം. എടുക്കണ്ടേ ഗൈസ് നോക്കൂ, ബൈക്ക് അവിടെ തന്നെ ഇരിക്കുകയാണ്. അവന്മാർ രാവിലെ വന്നില്ല കേട്ടോ. നമ്മുടെയാണ് രാവിലെയാണ് ബോട്ട്. നമുക്ക് നേരെ പോവാം. UPI ചെയ്ത് തരാമെന്ന് പറഞ്ഞ പൈസ. നമുക്ക് എന്തായാലും പോവാം. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. പോവാല്ലേ പിന്നെ? എന്നൊക്കെ തട്ടിപ്പല്ലേ. എന്താ ചെയ്യുക, അവർക്ക് അറിയാം. എന്നാന്ന് വെച്ചാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ആരും നോക്കൂലെന്ന്. അതെ, കറക്റ്റ് സമയം പോവില്ലേ. അതാ ഗൈസ് നമ്മളാണെങ്കിൽ ഇച്ചിരി ലേറ്റ് പോയിപ്പോയി. ആ താക്കോല് കാണാതെ പോയതാണ് ഏറ്റവും വലിയ ലേറ്റ് ആകാനുള്ള കാരണം കേട്ടോ. എന്തായാലും നമുക്ക് നേരെ അമ്മമാർക്കറിയാടാ, ബൈക്കും കൊണ്ട് എന്തായാലും നമ്മൾ പോകുമല്ലോ. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവർ തപ്പി പിടിക്കണ്ടേ? GPS ഉണ്ടാവും അല്ലേ? നോട്ടിക്കയുടെ കൗണ്ടറുണ്ട്. അവിടെ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു. അത്യാവശ്യം നല്ല തിരക്കാണ്. ബോർഡിംഗ് പാസ് കാണിച്ചാലേ ഉള്ളിൽ കയറ്റുള്ളൂ. സൈഡ് സീറ്റ് ഉണ്ടോ? അല്ല, എനിക്ക് ലീവിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. രാവിലെ അവന്മാർ വരാത്തത്. എല്ലാ ദിവസവും രാവിലെ ഇനി അവന്മാർ വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. എനിക്ക് 500 തന്നില്ലേ, ഞാൻ എല്ലാ ദിവസവും രാവിലെ അവരെ വിളിച്ച് ഓർപ്പിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ നമ്മുടെ ബോട്ട് വന്നില്ലല്ലോ. വന്നിട്ടില്ല. കളർ മാറിയോ ബോട്ടിൻ്റെ? 7:33. 15-നല്ലേ? ഗൈസ് ഭയങ്കര രസം കേട്ടോ. 7:30 ആയപ്പോഴത്തേക്കും സൂര്യൻ അങ്ങ് എത്തി. ഇവിടെ നേരത്തെ കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ വന്ന സമയത്ത് ഇവിടെ മൊത്തം വെള്ളമല്ലായിരുന്നോ? അതെ. 7:30 ആയപ്പോഴത്തേനും രാവിലെ ഇറക്കുവാണോടാ? കയറി വരുന്നുള്ളെന്ന് തോന്നുന്നു. ലിബിനെ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? രാവിലെ ആയാലുവേ എത്ര പെട്ടെന്ന് സൂര്യൻ ഉദിച്ചേ. അത് ഇവിടെ എന്ന് വെച്ചാൽ 5 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കുവനെ. കഴിഞ്ഞ ദിവസം നമ്മൾ വരാൻ നേരത്തെ 5:15 അവിടുന്ന് വന്നേ. ആ സമയത്ത് നന്നായിട്ട് സൂര്യൻ ഉദിച്ചില്ലായിരുന്നോ? അവിടുന്ന് ഇവിടെ വരെ ഓടിയെന്നോ. ഹെൽമെറ്റ് നമ്മുടെ കയ്യിലായി പോയി. ടിക്കറ്റ് ചോദിച്ചോ? ടിക്കറ്റ് എൻ്റെ കയ്യിൽ. ഞാൻ വേഗം കൊണ്ട് ഹെൽമെറ്റ് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. പരിപാടിയല്ലേ ഗൈസ്. ഫൈനലി ഞങ്ങൾ ഹെൽമെറ്റ് കൊണ്ട് കൊടുത്തിട്ടോ. എന്നിട്ടും കട തുറന്നിട്ടില്ല. മൈക്രോസ് അല്ല, ഇത് നോട്ടിക്ക. അപ്പം എല്ലാ ദിവസവും 500 വേണ്ടി വിളിക്കണമല്ലോ. ചേട്ടാൻ്റെ 500. ഞങ്ങൾ ജെട്ടിലെത്തി. ഇതാണ് മാക്രോസ്. അതാണ് നോട്ടിക്ക. ഈ സാധനം വന്നിട്ട് വേണം 8:15 നമുക്ക് പോകാൻ വേണ്ടി. ഇത് കൂടാതെ വേറൊരു കമ്പനിയുടെ ബോട്ടുണ്ട്. അതാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത്. അതാണ് വലിയ കുഴപ്പമില്ല. ഡെക്കിലൊക്കെ നിൽക്കാം. സർക്കാരിന്റെ ബോട്ട് ചെയ്യുന്നത് നല്ലത്. സീറ്റിങ്ങിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. സീറ്റ് ഒന്നും കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഏറ്റു നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി. ഒരു മനുഷ്യനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വിടാൻ സമ്മതിക്കില്ല കേട്ടോ. വെള്ളത്തിൽ ചാടാതിരിക്കാൻ വേണ്ടി. അവന്മാർ പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ.
ഒരു തുള്ളി ഇവന്മാർ പറഞ്ഞാൽ കേൾക്കില്ല. ശരിക്കും വെച്ചാൽ നമ്മൾ റെയിൽവേ പോലെ തന്നെയാണ്, ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ കിടക്കരുത്, നമ്മളത് മര്യാദയോടെ നമ്മൾ അത് അനുസരിക്കണം. പുള്ളിക്കാരൻ പിശിൽ പോരുന്നുണ്ടോ നോക്കൂ. ഇല്ല, നമ്മളെ വിസിലില്ല. നോക്കൂ, ഇത് ഫുള്ള് ഗവൺമെൻറ് കൺട്രോളിലാട്ടോ, അതാ വേറെ യാഥാർത്ഥ്യം. എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇതിന് പൈസ കുറവ്, ഇതിന് പൈസ കുറവ്. ഈ പറയുന്ന വലിയ സർവീസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല കേട്ടോ. പുതിയ ബോട്ടായിരിക്കും. ഇവരുടെ എല്ലാ സർവീസിനും പൈസ കൂടില്ല. ഈ നോട്ടിക്കയുടെ ആണോ? മറ്റേ മാക്രൂസിന് അത്ര ഇല്ല. പിന്നെ വേറെ ഒരെണ്ണം കൊണ്ടുണ്ട്, അതാണ് സൂപ്പർ കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അതിൻ്റെ ഇതേപോലെ ഓപ്പൺ ഡെക്കുകളുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വന്ന് വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ പുറത്ത് നിന്നാൽ കാഴ്ചയൊക്കെ കാണാം. ഈ 2-2.5 മണിക്കൂർ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇവിടെ എത്തണ്ടേ. നമ്മളിപ്പോൾ പോകുന്ന നീൽ ഐലൻഡിലേക്കാണ്. ഒരു ക്യൂ ഉണ്ടാക്കിയാലോ? ഈ സാധനം എടുത്തു കേട്ടോ. രണ്ടും 2 ടൈപ്പാ അല്ലടാ. ഇത് വ്യത്യാസമുണ്ട്, അതും വ്യത്യാസമുണ്ട്. അതാ വലുത്, ഇത് ചെറുത്. ഇത് ചെറുതാട്ടോ. ഇത് ട്രിപ്പിൾ ടെക്ക്. അതും അതെ, അത് വലിയ ബോട്ടായിരിക്കുന്നു. അത് കണ്ടുവേണം കയറാൻ. ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത് പാട്ട് ഒത്ത്, പിന്നെ അതുപോലെ മൊത്തം ക്ലോസ്ഡ്, പിന്നെ ആൾക്കാരിങ്ങനെ ഓടി നടക്കല്. ഞാൻ എൻ്റെ തലക്കിട്ട് അടിയാ കേട്ടിയത്. ആള് മാറിയിട്ട് ഒറ്റ അടി കഴിച്ചു തലക്കിട്ട്. കൊച്ചിൻ്റെ അടിച്ചതാ, ആള് മാറിപ്പോയതാ. നമുക്ക് എന്തായാലും അടുത്ത ഐലൻഡിൽ കയറാട്ടോ. നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതേ ഒരു വശത്ത് കയറുന്നവരും മറ്റൊരു വശത്ത് ഇറങ്ങിയവരും. നോട്ടിക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല കേട്ടോ, ഇതിൽ കയറരുത്. സർക്കാരിൻ്റെ ബോട്ട് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് എല്ലാവരും കറണ്ടിയൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഉറങ്ങാനുള്ളവർക്ക് സുഖമാണ്. സ്റ്റാൻഡേർഡ് പരിപാടി മാത്രമേ നടക്കുള്ളൂ കേട്ടോ, വേറെ പരിപാടിയും നടക്കില്ല. ഇവിടെ റിക്ഷാക്കാരുണ്ട്, നമ്മളെ പോലെയുള്ള ലോക്കൽസ് ഇല്ലേ. ഇത് കണ്ടോ, ആൾക്കാരെ പെട്ടി എടുക്കാൻ വേണ്ടി ഇവിടെ സൈക്കിളുകാരും പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ നേരെ എടുത്ത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഇവിടുത്തെ ബീച്ച് അടിപൊളിയെന്ന് കേട്ടോ പറയുന്നത്. ഇവിടെ ഒരു നാച്ചുറൽ റൂട്ട്, ഒരു ബ്രിഡ്ജുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ അതാ കോലാൻ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള കോലാണ്. അതാ കോലാൻ പോന്നു. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഇവിടെ ഇഷ്ടം പോലെ കോറൽസ് ഒക്കെ ഉണ്ട് കേട്ടോടാ. അങ്ങോട്ട് നോക്കി ഇഷ്ടംപോലെ ബോട്ട് കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഞാൻ പറഞ്ഞില്ലേ, ബീഹാർ, മധ്യപ്രദേശ് ഇവരുള്ളവർക്കൊന്നും ഈ ബീച്ച് അല്ലെങ്കിൽ കടലൊന്നും കാണാത്തതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കലും അവരവരുടെ സന്തോഷങ്ങൾ എന്താ പറയുക ഇതിൻ്റെ അകത്ത് പങ്കുചേരുക പരിപാടിയൊക്കെയാണ്. അപ്പം ഞാൻ എത്ര കുമ്മനടിച്ചെന്നറിയോ, എത്ര പേര് സെൽഫി എടുക്കാനത് കുമ്മനടിച്ചെന്നറിയോ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി അത്. എന്നിട്ട് നമുക്ക് നേരെ ഫ്രണ്ടിൽ പോവാം. എന്നിട്ട് നമുക്കൊരു ബൈക്ക് എടുക്കാം. എന്നിട്ട് ഈ കാണുന്ന ഐലൻഡ് നമുക്ക് പ്ലാസ്റ്റിക് ഇട്ട് നോക്കി. അയ്യോ, ആ കുഞ്ഞി കൊച്ചു അടുത്തിടുന്നു. ഇടുന്നു. ഇവരുണ്ടല്ലോ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവർ ഫുൾ അപ്പുറം ഈ വേസ്റ്റും സാധനങ്ങളും കുപ്പികളും ഈ സാധനമൊക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുക. ഇവർ കാരണം യൂറോപ്പിൽ പോലും കയറാൻ പറ്റുന്നില്ല. മറ്റ് ഐലൻഡും ഈ ഐലൻഡായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു സെറ്റപ്പാണ്. ഞങ്ങൾ ബൈക്ക് റെൻ്റ് ഉണ്ടെന്ന് കട എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാണ്ട് നടക്കുക. ഇതുവരെ എവിടെയും കണ്ടുപിടിച്ചൊന്നുമില്ല. നേരെ പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. നോക്കട്ടെ. അവിടെ അത് ഹോട്ടലാടാ ഗൈസ്. തൊട്ടടുത്ത് നല്ല കിടിലം ദോശയും നല്ല ചട്നി, നല്ല സാധനം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിച്ചിട്ട് കരഞ്ഞു പോയി. ദോശ ഇല്ലാതാക്കിക്കളഞ്ഞു. മറ്റേ ഇവിടെ റേറ്റും കുറവാണ് ഫുഡിന്. ദോശ 50 രൂപ ഉള്ളൂ. നല്ല കിടിലും ദോശയും മറ്റു ചട്നിയും കാര്യങ്ങളൊക്കെ അടിപൊളി ഫുഡ്. ഇത് തമിഴ്നാട്ടുകാരുടെ ഫുഡ്. നല്ല ഫുഡ്. അതിൽ ഭക്ഷണം കഴിച്ചു. ഇവിടെ ഞങ്ങൾ കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടു. അപ്പം പേരെന്നാ? പുള്ളിക്കാരനാണ് എനിക്ക് ബൈക്ക് എടുത്തു തന്നു. അല്ലെങ്കിൽ ഇവിടെ പിന്നെ മറ്റ് ഐലൻഡിൽ കൂടുതൽ റേറ്റ് കൂടുതലാട്ടോ ഇവിടെ. പക്ഷേ 500 രൂപയ്ക്ക് കിട്ടി. ഫുഡിന് റേറ്റ് കുറവാണ്. ഫുഡിന് റേറ്റ് കുറവല്ലേ? നല്ല കിഡിലും ഫുഡും കിട്ടി. എന്തായാലും നാളെ ഇപ്പം കാണാം. പോകട്ടെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് നോക്കട്ടെ ഹോട്ടലിൽ, എന്നിട്ട് എടുക്കാം. ഓക്കെ, ബൈ. എല്ലാം മലയാളികളാട്ടാ. ഫൈനലി നമുക്ക് ഇറങ്ങാം. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ബൈക്കാണ്, പുത്തൻ ബൈക്കാണ്. ഈ കാണുന്ന പുത്തൻ ആക്റ്റീവയാണ് നമ്മുടെ. അപ്പോൾ ഹെൽമെറ്റ് മസ്റ്റാണ്. ഒരു ഹെൽമെറ്റ് മതിയോ എന്ന് ചോദിച്ചേ? ചേട്ടാ, ഒരു ഹെൽമെറ്റ് മതിയോ? ഓക്കെ. ഗൈസ് നോക്ക്, ഹെൽമെറ്റ് വേണം നമുക്ക്. പുള്ളി ഒരു ഹോട്ടൽ പറഞ്ഞിട്ടുണ്ട്, അത് ആദ്യം പോയിട്ട് അവിടെ എല്ലാം വെക്കാം. തുറക്കൂ. നമുക്കൊന്നത് ഈ ബൈക്കിനെ കുറിച്ച് വലിയ ABCD അറിയില്ലാത്ത ഒരാളായിപ്പോയി എൻ്റെ അമ്മച്ചി. ഗൈസ് നല്ല കിടിലൻ ആക്റ്റീവ് ആട്ടോ. പുത്തൻ പുതിയ സാധനമാണ്. ഡിജിറ്റൽ മീറ്റർ. ഇന്നലത്തെ വണ്ടി അവസാനമായപ്പോഴത്തേനും ഓടുന്ന പോലും ഇല്ല. അതെ, ഡിജിറ്റൽ മീറ്റർ. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം ഹോട്ടൽ കണ്ടുപിടിക്കാം. അവിടെ കൊണ്ട് എല്ലാ സാധനം വെച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലത്തോട്ട് ഇറങ്ങാം. നമ്മൾ ടിക്കറ്റ് ഇച്ചിരി നേരത്തെ ആക്കണം. ഇവിടെ നല്ലല്ലോ. ഇല്ല, നേരെ പോണ്ടേ? ഞാൻ അടുത്ത വളവേ. അടുത്ത മലയാളികളെ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അതായത് ഇവിടെ ഇച്ചിരി ബൈക്കിനൊക്കെ റെന്റ് കൂടുതലാണ്. നമ്മൾ അവിടെ 500 എടുത്ത്, നമ്മളെ ശരിക്കും പറഞ്ഞാൽ അവിടെ 1000-നാണ് എടുത്ത്. 500 നമ്മളെ മുമ്പിച്ചു. ഇനി എനിക്ക് വിളിക്കാൻ ആളില്ലാതിരിക്കും. ഞാൻ രാവിലെ പോയിട്ട് അതിനെ വിളിച്ചോളാം. കാമുകിയായി മാറിയോ? ഇവിടെ ഈ സൈഡിലോട്ട്. ഓക്കെ ഗൈസ് നോക്കൂ, ഇവിടെ ഈ സൈഡിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഇവിടെ ഗൈസ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഫോറിനേഴ്സ് ആയിരുന്നു. ഇപ്പം നോർത്ത് ഇന്ത്യക്കാർ നമ്മളെപ്പോലുള്ളവരൊക്കെ ആയിട്ടോ. ഗൈസ് വളരെ ചെറിയൊരു പമ്പ്. 200 എണ്ണ നമ്മൾ അടിച്ചാൽ കേട്ടോ. ഇന്നലെ 300 ഫുൾ ടാങ്ക് അടിച്ചിട്ട് വെറുതെ ഊമ്പലായിപ്പോയി. ഒരു തുള്ളി എണ്ണ അതിൻ്റെ തീർന്നുമില്ല, നമുക്കത് ഉപകാരപ്പെട്ടുമില്ല.
ഗൈസ് ഈ ലോകമായ ലോകം മൊത്തം കറങ്ങി എവിടെയൊക്കെ പോകാം അവിടെയൊക്കെ പോയി ലാസ്റ്റ് വന്നിട്ട് തന്നെ തിരിച്ചു അതാണ് ഞങ്ങൾ. മുമ്പിലും കമ്പിത്തിരിയും. ലാസ്റ്റ് 1700 രൂപയ്ക്ക് കഴിച്ച് അവിടുത്തെ ചേച്ചിയുടെ ഹോട്ടലെടുത്തു. വലിയ കുഴപ്പമില്ല. AC ഉണ്ട്, പിന്നെ അത്യാവശ്യം കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വേറെ ഞങ്ങൾ 2-3 സ്ഥലത്ത് വൈഫൈ ഉണ്ട്, ഇല്ല കിട്ടുന്നില്ല, നെറ്റ് ഇല്ല, അതാണ് വിഷയം ഗൈസ്. അതായത് വേറെ 2-3 സ്ഥലത്ത് ഞങ്ങൾ പോയി നോക്കിയേ. പക്ഷേ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3500-4500 രൂപയൊക്കെയാണ്. അപ്പോൾ അതിപ്പോൾ അതും തൊട്ടടുത്ത് പോർട്ടിന് തൊട്ടടുത്ത് കിട്ടിയല്ലോ. അപ്പോൾ നമ്മളെ അപേക്ഷിച്ച് നമ്മൾ ഹോട്ടൽ എടുക്കുവാണെങ്കിൽ നമ്മളവിടെ നിന്ന് ആസ്വദിക്കണം. നല്ല ഹോട്ടൽ എടുക്കുവാണെങ്കിൽ സ്വിമ്മിംഗ് പൂളും മറ്റേ സാധനത്തെ നമ്മളിങ്ങനെ കറങ്ങി കിടക്കുന്നത് ആകെ ഇറങ്ങുന്നത് 4 മണിക്കൂർ. അങ്ങനെ നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നീൽ ഐലൻഡ്. ഗൈസ് നോക്കൂ, ആദ്യം നമുക്ക് നാച്ചുറൽ ബീച്ചിലേക്ക് പോവാം. ഇവിടെ എപ്പം വന്നാലും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, കയ്യും കാലൊക്കെ പൊള്ളുവാണ്. ഒരു 2 മിനിറ്റ് എവിടെയും വണ്ടി നിർത്തിയാൽ പിന്നെ ആ സീറ്റിൽ ഇരിക്കാൻ പറ്റൂല, അല്ലടാ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കടലല്ലേ അടുത്ത്, കടലിന്റെ വെള്ളത്തിലോട്ട് ഈ ചൂടടിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് ചൂട് കയറും. ഒരു ഗതിയും പരഗതി ഇല്ലാത്ത റോഡ്. ഇതിന്റെ അപ്പുറം മാർക്കറ്റ് ആട്ടോ. ഇവിടെ ഹോട്ടൽ കാണിക്കേ, അവിടെ ചില ഹോട്ടലില്ല. ഗൈസ് നോക്കുക, അതായത് ഈ സൈലോക്കാരനൊക്കെ ഭയങ്കര സ്പീഡിലേ പോവുള്ളൂ. ഇങ്ങനത്തെ വഴിയാണ്, നശിച്ച നാരണക്കല്ല് പിടിച്ച റോഡാണ്. നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ നേരെ പോകുന്നത് സുഹൃത്തുക്കളെ. അവിടുന്ന് അത്യാവശ്യം നടക്കുവാണ്. പോവാടാ, ബൈക്ക് പാർക്ക് ചെയ്തു, നേരെ പോവാടാ. ബൈക്ക് ഇങ്ങോട്ട് കയറി വരായിരുന്നല്ലോ. ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. അത്യാവശ്യം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിടിലൊരു കാഴ്ച കിട്ടും. ഗൈസ് നോക്കൂ, നമ്മൾ താഴെ പോയി കാണാൻ വേണ്ടി പോകുന്ന ഈ കാണുന്ന നാച്ചുറൽ കോറൽ ബീച്ച് ബ്രിഡ്ജ് കേട്ടോ. ഇത് നമുക്ക് നടന്നു പോകാൻ പറ്റുമോ? അവിടെ പോകും. തായ്ലൻഡിൽ ഇതേ വലിയ സാധനം അല്ല, ഇന്തോനേഷ്യയിൽ. ഇന്തോനേഷ്യയിൽ ഗൈസ് നമുക്ക് കുറച്ച് ഫ്രണ്ട്ലിലേക്ക് നടക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. ഫൈനലി ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെയാണെന്നുള്ള. ലിബിനെ എവിടെയാണ് അതിലെ കയറി ഇറങ്ങണം. അതിലെ ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് സാധനം കാണാനില്ല. ഗൈസ് ഈ സൈഡില്ല കേട്ടോ. അങ്ങോട്ട് 100% ഉറപ്പാണല്ലോ. അങ്ങോട്ട് പോവാം. ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകും. കണ്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതായത് ഇവിടുന്ന് അത്യാവശ്യം നടന്നു പോകാനുണ്ടെന്നാണ് ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത്. ചേച്ചി പറഞ്ഞാൽ അവിടെ വാട്ടറൊക്കെ ഉണ്ട്, നമുക്ക് പേടിക്കണ്ട, നമ്മൾ വള്ളിച്ചെരുപ്പാണല്ലോ. നീ എന്താ ചേച്ചിയോട് ചോദിച്ചു? ചേട്ടനോട് ചോദിക്കാൻ. ചേട്ടൻ ബൈക്കിലായിരുന്നു, അതുകൊണ്ട് ചേച്ചിയോട് ചോദിച്ചു. നല്ല കിടിലൻ സ്ഥലമാണ്, പോകുന്ന വഴിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വഴിയിലൊക്കെ നിൽപ്പുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് ചാടി കടന്ന് ഇച്ചിരി അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകാം. വലിയ അഡ്വഞ്ചറൊന്നുമില്ല കേട്ടോ. ഇതിലെ വണ്ടി ഓടിക്കാൻ പറ്റിയത് എന്നാ രസമായിരുന്നു, തകർത്താൻ. എന്ത് രസമാടാ. ഹലോ വുഡ്ലാൻഡ്. പോടാം മണ്ടബുദ്ധി, ഇത് പിടിച്ചേ, നശിപ്പിച്ച് കളയുന്നു. 448 രൂപയുടെ ഞങ്ങളുടെ വുഡ്ലാൻഡിൻ്റെ സ്ലിപ്പറിൻ്റെ മുട്ടുപോയി. അങ്ങനെ വലിക്കാനേ പറ്റുള്ളൂ ഇതിന്. നൊസ്റ്റാൾജിയ. നീ ഉടുപ്പിട്, ഈ സാധനം ഇട്, ഈ സാധനം ഇട്ട് വലിക്കാനേ പറ്റുള്ളൂ. ഉടുപ്പോ തുണി എന്തെങ്കിലും ഇട്ടിട്ട്. വെരി ബാഡ്. അങ്ങനെ പറ്റുള്ളൂ ഇതിനെ. കുറേ അധികം ആളുകൾ ഇത് ടാസ്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിൽപ്പാട്ടോ, പോകുന്നൊന്നുമില്ല. എന്ത് നമ്മൾ ടാസ്കാന്ന് പറയും, നിൽക്കാൻ പാടില്ല. അതെ അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഒരിക്കലും നിൽക്കരുത്, ഇരിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇതേപോലെ ഇരിക്കും. ഗൈസ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് നടക്കാം. അത്യാവശ്യം സമാധാനത്തോടെ കുറച്ചായിട്ട് നടക്കുവാണ്. ആ ഒരു കിടിലൻ കാഴ്ച കാണാം. അല്ലാത്ത പക്ഷം അവിടെ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇതുകൊണ്ട് നല്ല രസമാണ് ഇതിലിങ്ങനെ നടന്നു പോകാൻ വേണ്ടി. ഈ വശം ഈ ഒരു ലുക്ക്, ഇവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഈ വശത്തോട്ടാണ് നമുക്ക് നടന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ പോകാൻ വേണ്ടി പറ്റുന്നത്. അല്ല നമ്മൾ വെള്ളം ചാടിയൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിപ്പോൾ വലിയ ഇറക്ക സമയമാണ്. പോകുന്ന വഴിയൊക്കെ വളരെ വിചിത്രം കേട്ടോ, ഭയങ്കര സെറ്റപ്പാണ്. ഈ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി മൊത്തം പാടും. വെള്ളത്തിൽ ചവിട്ടി വേണേൽ പോകാം, വെള്ളത്തിൽ ചവിട്ടാതെ പോവാം. ഞാൻ ചൂസ് ചെയ്യുന്നത് വെള്ളത്തിൽ ചവിട്ടാതെ പോകുന്നതാണ്. അതിനാ ഇതിലെ പോകത്തില്ല, എളുപ്പമല്ലേ. ഒരു കവാടം പോലെ ഉണ്ടല്ലോ ലിബിനെ. പാടാ, നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇങ്ങ് കയറി വാ. ഗൈസ് നോക്കൂ, ലിബിൻ പോകുന്ന വഴി കണ്ടോ, പാടാണടാ. കുഴപ്പമില്ലാത്തൊരു വഴി. അത്യാവശ്യം ശ്രദ്ധിച്ച് സൂക്ഷിച്ചും പോകണം കേട്ടോ, ഇല്ല പല്ലിൻ്റെ എണ്ണവും എല്ലിൻ്റെ എണ്ണവും കൂടാൻ സാധ്യതയുണ്ട്. ഇതാ പിന്നെ സ്ഥലം എത്തി. നല്ല രസമുണ്ട് കാണാം. വാ കയറി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം അടുക്കാറായി. ഞാനാണ് എല്ലാവരും ഇറങ്ങി വരുന്നതിന് മാറി കൊടുത്താട്ടോ. ഇപ്പോൾ സഹകരണം ചെയ്ത് ലാസ്റ്റ് ഞാനവിടെ നിന്നു. വീണല്ലേ? സൂക്ഷിക്കണം കേട്ടോ, തെന്നി വീഴും കേട്ടോ. തെന്നി വീഴും. നീ വീണില്ലേ? പല്ലിൻ്റെ എണ്ണം വല്ലതും കൂടിയോ? ഞാൻ ആലോചിച്ചോളൂ, ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അടിപൊളി സ്ഥലമാണല്ലോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. നാച്ചുറൽ ബ്രിഡ്ജ്, അതായത് സ്വന്തമായിട്ടുണ്ടായ ബ്രിഡ്ജ്. അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഇല്ല കേട്ടോ, വളരെ നന്നായി. ആളെന്ന് പറഞ്ഞ സാധനമില്ല, ക്രൗഡഡ് അല്ല കേട്ടോ. കാരണം ഇത്രയും നടന്നു വരേണ്ടതുകൊണ്ടേ ഞാൻ നനയാതെ വരാമെന്ന് വിചാരിച്ചപ്പോൾ കാലനാണേൽ വെള്ളവും തെറിപ്പിച്ചാൽ വരുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ. ഇതൊരു രക്ഷയില്ലല്ലോടാ ലിബിനെ. ഇത് കിട്ടില്ല നാച്ചുറൽ. അങ്ങനെ എന്താ മനസ്സിലായെന്നറിയാവനെ, സ്വന്തമായി ഉണ്ടായ പാലം മലയാളത്തിൽ പറയുവാണേൽ അത് തന്നെ നാച്ചുറൽ ബ്രിഡ്ജ്. കുഴി പോലത്തെ സെറ്റപ്പാട്ടോ, അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇറങ്ങാൻ നേരത്ത്. ഗ്രിപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേക ലുക്ക്. നമ്മൾ വന്നത്
ഈ ഒരു വശം കേട്ടോ. ഇവിടുന്ന് ഇത് കടൽ, ഇതാണ് ഈ നാച്ചുറൽ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സംഭവം. ഓ, ഇത് വളരെ സെറ്റപ്പാണല്ലോ. ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് എന്നാലേ ഇതിൻ്റെ കിടിലൻ സെറ്റപ്പ് കിട്ടത്തുള്ളൂ. നോക്കിയാൽ മേളിലെല്ലാം ഫുൾ ഇതേപോലത്തെ മരവും പരിപാടി സംഭവങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ഇതിൻ്റെ അപ്പുറം ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം. ഗൈസ് നോക്കൂ, ഫൈനലി ഞാൻ ലിവിനും അങ്ങനെ കറക്റ്റ് ഇവിടെ എത്തി. പക്ഷേ ഉണ്ടല്ലോ, ഇത് കൂടാതെ ഇതിൻ്റെ അപ്പുറം വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഇച്ചിരി കൂടെ വൈകിട്ടാകുമ്പോൾ തന്നെ എത്താൻ പറ്റുള്ളൂ ഇതിനെ. കാരണം ഇച്ചിരി കൂടെ വെള്ളം ഇറങ്ങണം. ഇതിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റൂല. പോകാൻ പറ്റുമെങ്കിൽ അവിടെ എത്ര പേരുണ്ടായേനെ? അവിടെ ആളുണ്ട്. അതിൽ നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ, ജസ്റ്റ് ആ കല്ലിൻ്റെ അവിടെ പോകാൻ വേണ്ടി. ഇവിടെ മറ്റേ കോക്രോച്ച് ഉള്ളവർ തന്നെ പോകണ്ട, അങ്ങോട്ട് ആരും ഇല്ല. ഉണ്ടായിരുന്ന ആൾക്കാർ പോകേണ്ട സമയം കഴിഞ്ഞു. ആ ഗൈസ് നല്ല കിടിലം ലൊക്കേഷൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഏതൊക്കെയോ പാട്ടിലോ ഏതൊക്കെയോ ലൊക്കേഷനിലൊക്കെ വന്നു. ഈ ബുൾജെറ്റിന്റെ വീഡിയോ വന്നോ ഞാൻ കണ്ട? ഈ ബുൾജെറ്റിന്റെ വീഡിയോ വന്നോ ഞാൻ കണ്ട? ഗൈസ് ഇതിലങ്ങനെ നേരെ ഇറങ്ങിപ്പോട്ടോ. കാലൊക്കെ തെന്നിപ്പോയി കഴിഞ്ഞാൽ ഊമ്പി. കാരണം കരിയും കല്ല് പോലെ ഇങ്ങനെ കൂർത്ത് കിടക്കുക കേട്ടോ, ബ്ലേഡ് കഷ്ണത്തിന് തുല്യം. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ഥലത്ത് എങ്ങനെയാണോ പോകുന്നത്? ഞങ്ങളും വെള്ളത്തിലിറങ്ങി, എല്ലാവരും വെള്ളത്തിലിറങ്ങുന്നു. നമ്മൾ മാത്രമായിട്ട് എന്തിനാ ഇറങ്ങാതിരിക്കുന്നല്ലോ? നീയോ? ഈ ബുൾജെറ്റ് കരുത്ത നേരെ ദേ ഈ ഒരു വശത്തോട്ട് പോവാം. എടാ അവിടെ എങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്? ഇതാ അവിടെ എങ്ങനെയാണോ കാലിൻ്റെ എട്ടപാട് തോന്നുന്നു, പൊട്ടി കാല്. ഗൈസ് എൻ്റെ ചെരുപ്പും ഞാനും തെന്നി വീണു. അത്യാവശ്യം നല്ല വേദന ഉണ്ട് കേട്ടോ. ഇറങ്ങണ്ട ഇവനെ, കാലിന് ഭയങ്കര വേദന. കാല് പിടിച്ചില്ല. എടാ അവിടെ എങ്ങനെയാടാ പോകുന്നത്? അവിടെ പോകാൻ പറ്റൂലെന്ന്. അവിടെ പറ്റൂല. അവിടെ വരെ പോവാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഇത് കിട്ടും കേട്ടോ. അവിടെ പോവാണ് ആൾക്കാർ പിന്നെ കോക്രോച്ച് ഉള്ളത് തന്നെ പോകണ്ട. വാ, ആൾക്കാരൊക്കെ ഇതേപോലെ മണാന്ന് പറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. എടാ വാടാ ലിവിനെ. ഞാൻ പോവാ, നീ വരുന്ന വാ. ഇനി വാ, അവിടെ സൂപ്പറാ. ഇപ്പുറത്തും ഇതേപോലെ തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. പക്ഷെ അവിടെ പോകാൻ എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, ഇവിടുത്തെ ലോക്കലിനോട് ചോദിച്ചപ്പം വേറൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. രണ്ടെണ്ണം. അവിടെയാണ് മെയിൻ. അവിടെ പോകാൻ പറ്റില്ല, വേവ് കൂടുതലാ. വാ, കോക്രോച്ച് ഉണ്ടോ നോക്കൂ. ഫൈനലി നമ്മളങ്ങനെ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തെത്തി. ഇതേപോലെ തൊട്ടടുത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. പക്ഷെ അവിടെ പോകണമെങ്കിൽ 4 മണി 5 മണിയാവണം. കാരണം അപ്പോഴത്തേക്ക് ഈ വെള്ളം മൊത്തം ഇറങ്ങിപ്പോവും. ആ സമയത്താണ് നമുക്ക് അവിടെ പോകാൻ പറ്റുക. ഇപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. കാരണം ഇപ്പം 12:30 ആയതേ ഉള്ളൂ, 12 കാലമായതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ആ വശത്തോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ വശത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഫൈനലി വളരെ നാച്ചുറലായി തോന്നുന്നു, വളരെ മനോഹരമായിട്ട് തോന്നുന്നു. ആൻഡമാനിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ വരേണ്ടതാണ്. പക്ഷേ ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയില്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ഉള്ള സ്ഥലം തന്നെയാണ് ആൻഡമാൻ. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊന്നും വിചാരിക്കരുത്. എനിക്ക് തോന്നുന്നു എനിക്ക് ലിവിനും കൂടി ഇപ്പോൾ 10, 70,000, 80,000 രൂപയൊക്കെ ആയിട്ടുണ്ടോ അല്ലടാ ലിവിനെ? പിന്നെ മേളാകാനാണ് ചാൻസ്. പൈസ ഏകദേശം അത്രയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ. കാരണം നമ്മൾ അത്രയും ബഡ്ജറ്റായിട്ട് പോയിട്ട്. അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഈ ചെരുപ്പ് വീണ്ടും പോകാട്ടോ. ഇതിപ്പോൾ 100 രൂപയുടെ ഹവായി മേടിക്കുന്നതായിരുന്നു അല്ലടാ. ക്വാളിറ്റി പോരാ. ആ വുഡ്ലാൻഡിൻ്റെ പേര് കളഞ്ഞു അല്ലടാ. വുഡ്ലാൻഡാണോ ചാത്തനാണോ അറിയാം. ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. എൻ്റെ മൈക്കിൻ്റെ പിന്ന് കുത്താൻ പറ്റുന്നില്ല കേട്ടോ. വെള്ളത്തിൽ മുക്കിക്കൊണ്ട് എന്തൊക്കെയോ എഴുതി കാണിക്കുക. അതുകൊണ്ട് പരിപാടിയെല്ലാം പാളി. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ലിവിനാ, എനിക്ക് ഞാനും കൂടെ വരട്ടെ. എൻ്റെ അമ്മച്ചി ഗൈസ് നോക്ക്, പരിപാടിയെല്ലാം പാളി. നമുക്ക് നേരെ തിരിച്ചു പോവാം. ഈ സാധനം കുത്താൻ പറ്റുന്നില്ല കേട്ടോ, എൻ്റെ മൈക്കിൻ്റെ പിന്നാണ്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഞാൻ അവിടെ നിന്ന് 2 കീച്ച് കീച്ചാന്ന് വിചാരിച്ചാൽ ഞാൻ ആ വെള്ളത്തിൽ അണ്ടർ വാട്ടർ പണ്ണാൻ പോയതാണ്. അപ്പോൾ എല്ലാം കൂടെ പണി കിട്ടി എനിക്ക്. ഗൈസ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നല്ല നാടൻ തമിഴ് സ്റ്റൈലുള്ള ചോറും മീൻ കറിയും മീൻ വറുത്തൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞ്. അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വരട്ടെ കേട്ടോ, വന്നിട്ട് ബാക്കി അറിയാം അല്ലടാ ലിബി. തമിഴ്നാട് ഇതായതുകൊണ്ട് നമ്മുടെ ഏകദേശം രൂപകൾ എന്തെങ്കിലും കിട്ടും. ഗൈസ് നല്ല പൊന്നിയരിയുടെ ചോറ്, പരിപ്പ് രസം, പിന്നെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, ക്യാബേജ് ഇതും ഫിഷ് ഇருக்கு. ഇതന്നെടാ ഗോവയ്ക്ക. പിന്നെ ഇത് മറ്റേ നമ്മുടെ സോയ, ടൂണ, മീൻകളി എങ്ങനെ ഇருக்கு? നല്ല ഇருக்கு, പക്ഷെ ഉപ്പ് കുറവ് ആണോ? ഇനി രസമൊക്കെ കിട്ടും കേട്ടോ, കഴിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഭാരത്പൂർ ബീച്ചിലെത്തി. നമ്മൾ വന്നിറങ്ങിയ ജെട്ടിയില്ലേ, ബോട്ട് ജെട്ടി, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഈ സംഭവം. ആ സംഭവം അവിടെ നിന്ന് നോക്കുന്ന ആ ബീച്ച് തന്നെയാണ് ശരിക്കും. ഇവിടെ ആക്ടിവിറ്റി ഉണ്ട് കണ്ടമാനം. ആക്ടിവിറ്റിക്ക് വരാനാണ് മുതലേനെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഇറങ്ങണം. ഇതുണ്ട്, ഇതെല്ലാം ഈ ആക്ടിവിറ്റീസിന് കുളിക്കാനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് വേണേൽ കിടക്കാൻ വേണേൽ പാ കിട്ടും റെന്റിന്. അതായത് ഒരു ഇങ്ങനെ സമയമൊന്നുമില്ല, 100 രൂപ 200 രൂപ അങ്ങനെ വലിയ പൈസയൊന്നുമില്ല കേട്ടോ. അതുപോലെ എത്ര സമയം വേണമെങ്കിലും കിടക്കാം. ഇതുണ്ട്, ഇതിങ്ങനെയാണ് ബീച്ച് ഇങ്ങനെ കിടക്കുക നീളാന്ന്. നമ്മളിവിടെയല്ല, നമ്മൾ തൊട്ട് അപ്പുറത്തെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മളൊരു 5 മിനിറ്റ് നിന്നിട്ട് നമുക്ക് നേരെ ഇവിടുന്ന്
അടുത്ത സ്ഥലത്തോട്ട് പോവാം. പിന്നെ ഇതെങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ കിടത്തും, അത് കഴിഞ്ഞ് നമ്മളെ ഇരുത്തും, അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്, ലക്ഷൺപൂരിൽ ബീച്ചിലേക്ക്. അവിടെ സൺസെറ്റ് കാണാം കേട്ടോ, സൺസെറ്റ്. അപ്പോൾ സൺസെറ്റ് കാണാനായിട്ടാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അപ്രോക്സിമേറ്റ് എത്ര അല്ലേ? 2 അവിടെ എത്താനാ 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല ഈ ദ്വീപുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കാൻ വരുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ നിന്നെല്ലാം കണ്ടിട്ട് പോവുക അല്ലേ. ബോട്ട് പ്ലെയർ വന്ന് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും പോകാം. എല്ലായിടത്തും ബീച്ചുകൾ തന്നെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ബ്രിഡ്ജ് കാണാം. ഒന്നും ഒഴിക്കും വണ്ടി നിർത്തി. ഇവിടെ ക്രിക്കറ്റ് കളി നമുക്ക് സമയം ഇഷ്ടമല്ല, 1:30 ആയതുള്ളൂ. നമുക്കൊരു 2:30 ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയാൽ മതി. 2:30 വേണ്ട, ഒരു 4 മണിയാകുമ്പോൾ 5 മണിയായിട്ട് പോയാൽ മതി. ആ സമയത്ത് പോയാൽ മതി. ഞങ്ങൾ അതുവരെ ഇവിടെ വന്ന് ക്രിക്കറ്റ് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ ലോക്കൽ ക്രിക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ആഹാ, ആര് ജയിക്കൂടാ? ബാറ്റ് ചെയ്യുന്ന ടീം വലിയ അടിയില്ല. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ലക്ഷൺപൂർ ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. കാരണം നമ്മൾ ഇന്നലെ നിങ്ങളെ സൺസെറ്റ് കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഇന്നും കൂടി നമ്മൾ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം ഇനി ബീച്ചുകളാണ് മെയിനായിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും കാണാനുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ദിവസവും ബീച്ചുകളായി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അതായത് ഇവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാതെ റിലാക്സേഷനായിട്ട് ഇങ്ങനെ വളരെ കാമാൻ സൂപ്പർ സ്ഥലം. അതെ, നമ്മൾ മണിക്കൂറുകളോളം ചിലവഴിച്ച് ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മളെ സംബന്ധിച്ച് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. കഴിച്ച് നോക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ നല്ല കിടിലം വ്യൂ കേട്ടോ. ഇതുകൊണ്ടോ പ്രത്യേക രീതിയിലുള്ള മരങ്ങളാണ് അങ്ങോട്ടൊക്കെ. അതെ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടെ ഇങ്ങനെ ഒരു ബീച്ച് വന്നിട്ട് ഇങ്ങനെ മരങ്ങളും ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. ഈ ബീച്ചുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. അതായത് വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സ്ഥലങ്ങളൊക്കെ അത്ര ബ്യൂട്ടിഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ അതിഭീകര ബീച്ചുകളാണ്. ഈ ചിപ്പികളും പിന്നെ അതേപോലെ തന്നെ ഈ ശംഖൊക്കെ ഇതിലെ നടന്നു പോകുന്നൊക്കെ കാണാം കേട്ടോ. ജീവനുള്ള സാധനങ്ങളൊക്കെ കാണാം. പിന്നെ ഇഷ്ടം പോലെ പറഞ്ഞില്ല, ഇത് ഒരെണ്ണത്തിനെ കാണിച്ചാൽ തട്ടി കഴിഞ്ഞാൽ അവർ നിൽക്കും. ഇത് ഈ സാധനം ഇത്ര നേരം വരെ ജീവനുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇതിന് കാലുണ്ട്, എല്ലാം കയറിപ്പോയി അകത്തോട്ട് മാമ്പ് കയറിപ്പോന്നോട് കയറിപ്പോയി ഗൈസ്. എന്ത് നമ്മളെ കാണുമ്പോൾ നിൽക്കും. അതാ പോന്നു. ഗൈസ് ഒരെണ്ണത്തിനെ കാണിച്ചാട്ടോ. എന്ത് ചെയ്താ ഇല്ലേടാ, അകത്തോട്ട് വലിക്കും. ഗൈസ് ഓടുന്നുണ്ട്, പക്ഷെ നമ്മളെ കാണുമ്പോൾ ഇത് പോവുക. അപ്പം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ആൻഡമാനിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പരിപാടി നടത്താനായി നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇനി നമുക്ക് നേരെ റൂമിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഐസ് നോക്കൂ, ഫൈനലി കുരഞ്ഞ് കുത്തി അങ്ങനെ റൂമിലെത്തി. ഒന്ന് ചൂടായിപ്പോയി, മൊത്തം വെയിലൊക്കെ അടിച്ച് കരിവണ്ട് പോലെയായി. ആയിപ്പോയി. അത് പറഞ്ഞില്ലേ ആൾക്കാർ. ഇനി കുളിച്ചിട്ട് ഒറ്റ ഇറക്കം എഡിറ്റിങ്. ഇത് നാളെ ഇനിയിപ്പോൾ ഇവിടുന്ന് ബോട്ട്, നാളെ വൈകുന്നേരമാണ് നമ്മൾ ബോട്ട് എടുത്തത്. പക്ഷേ അത് വലിയ മണ്ടത്തിലായിപ്പോയി. നമ്മൾ രാവിലെ തന്നെ ബോട്ട് എടുത്താൽ മതിയായിരുന്നു. ഒരു ദിവസം പോയി. എന്തായാലും ആട്ടെ, നമ്മൾ ആ ചേട്ടനോട് പറഞ്ഞിട്ടൊന്ന് മാറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. നേരെ നമ്മൾ റൂമിൽ കിടക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, എ സി ഒക്കെ ഉള്ള റൂമാണ്. 1700 രൂപ കിട്ടിയതാട്ടോ. അല്ലല്ലേ പിന്നെ 1700 നമ്മളിവിടെ മൊത്തം കറങ്ങിയില്ലേ, അല്ല ഏറ്റവും പ്രൈസ് കൂടിയ ഹോട്ടലാണിത്. ഒറ്റ ലൈറ്റ്, ഒരേ ഒരു ലൈറ്റേ ഉള്ളൂ ഈ കത്തുന്ന. ഇവിടെ ഉണ്ട് കേട്ടോ 2 സ്വിച്ച്. ഇവിടെ 1 2 ലൈറ്റ്. ഇത്ര ലൈറ്റേ ഉള്ളൂ. പിന്നെ ഒരു ഫാന്. സന്തോഷമായില്ലേ? പിന്നെ അത് വേറെ കാര്യം, എ സിക്ക് ആ പച്ച കത്തിയിട്ട് 10 കിട്ടി കഴിഞ്ഞാൽ എ സി വരുള്ളൂ. അത് മാത്രമല്ല, എ സിയുടെ വെള്ളം ബാത്റൂമില്ല. ഗൈസ് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാതിരിക്കുക. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ബാഗ് മേടിക്കേണ്ട ഒരു കാര്യമില്ല, ചെറിയൊരു ബാഗ് കൊണ്ട് വന്നാൽ മതി. 4 തുണി കൊണ്ട് വന്നാൽ